എങ്ങനെയാണ് KCA ഇന്ത്യ ന്യൂസിലാൻഡ് 2020 മാച്ചിൽ നിന്ന് കോടികൾ ഉണ്ടാക്കിയതെന്ന് ഞാൻ പറഞ്ഞുതരാം. വീഡിയോ ഫുള്ളായിട്ട് വാച്ച് ചെയ്യാം. സ്റ്റേഡിയത്തിൽ വന്നിട്ട് വെള്ളം കിട്ടാതെ വന്ന ആളുകളിൽ ഞാനും ഒരാളാണ്. അൺഒഫീഷ്യൽ കണക്കുകൾ പ്രകാരം അവിടെ വന്ന 40,000-ൽ മുകളിൽ ആളുകൾ ഉണ്ടായിരുന്നു. KCAക്ക് ഏകദേശം എത്ര കിട്ടിയിട്ടുണ്ടാവും എന്നുള്ള കണക്കാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത്. ഇതൊന്ന് ശ്രദ്ധിച്ച് കേൾക്കണം. 3 തരത്തിലുള്ള ടിക്കറ്റ് ആയിരുന്നു അന്ന് ഉണ്ടായിരുന്നത്. ഒന്ന് 250, 2 500, 3 1200. ഇതിൽ ഏകദേശം 20% സ്റ്റുഡൻസ് ആയിരുന്നു. അതായത് 250 രൂപയുടെ ടിക്കറ്റ്. ബാക്കി വരുന്ന ഒരു 40% പേര് 500 രൂപയുടെ ടിക്കറ്റും ബാക്കി വരുന്ന 40% പേര് 1200 രൂപയുടെ ടിക്കറ്റാണ് എടുത്തിട്ടുണ്ടാവുക. ഈ ഒരു കണക്ക് ശരിയാണെങ്കിൽ 2,92,00,000 രൂപയാണ് KCAക്ക് അന്ന് ടിക്കറ്റിന്റെ റവന്യൂ മാത്രമായിട്ട് കിട്ടിയിട്ടുള്ളത്. നിങ്ങൾ ചിന്തിക്കുന്നത് ശരിയാണ്, BCCIക്കും ഇതിൽ നിന്ന് ഒരു ചെറിയ പങ്ക് പോകും. പക്ഷേ ഇതിന്റെ പുറമെയാണ് ലോക്കൽ അഡ്വർടൈസ്മെന്റിന് വേണ്ടിയിട്ടും ലോക്കൽ സ്റ്റാളുകൾക്കും വേണ്ടിയിട്ടും KCA കിട്ടുന്ന എമൗണ്ട്.